പശ്ചിമേഷ്യയെ വീണ്ടും സംഘർഷഭരിതമാക്കി ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഈജിപ്തിനും സൗദി അറേബ്യയ്ക്കും ശേഷം മേഖലയിലെ ഏറ്റവും ശക്തരായ രാഷ്ട്രങ്ങളിലൊന്നായി ഇറാൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ അതിനെ ഒരു ഭീഷണിയായി തന്നെയാണ് കാണുന്നതും. ഇറാന്റെ ആണവ പദ്ധതികൾ, സിറിയ, ലബനൻ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രാദേശിക ഇടപെടലുകൾ എന്നിവയെല്ലാം തന്നെ ഇസ്രായേലിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ പ്രസ്താവനകൾ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. ഇറാനെതിരായ ഏതൊരു ആക്രമണത്തിനും ഇസ്രായേലിന് ആരുടെയും സഹായം ആവശ്യമില്ലെന്നാണ് നെതന്യാഹു ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും നിർവീര്യമാക്കാൻ തങ്ങൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വിഷയത്തിൽ അമേരിക്കയുടെ പിന്തുണ എന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനമാണെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തിരുന്നു. ഈ പ്രസ്താവനകൾ ഇസ്രായേൽ ഇറാന്റെ ആണവ പദ്ധതികളെ എത്രത്തോളം ഗൗരവമായി കാണുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ്. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇറാന്റെ ആണവശേഷി ഇല്ലാതാക്കാനും ഏതൊരു നീക്കത്തിനും അതൊറ്റയ്ക്കാണെങ്കിൽ പോലും ഇസ്രായേൽ തയ്യാറാണെന്ന് നെതന്യാഹുവിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു. ഇസ്രായേൽ ഔദ്യോഗികമായി ഇറാന്റെ ഭരണമാറ്റം ലക്ഷ്യമിടുന്നില്ലെങ്കിലും എന്നാൽ അന്തിമ ഫലം അതായിരിക്കുമെന്നും നെതന്യാഹു സൂചിപ്പിച്ചിരുന്നു. ഇറാനിലെ ജനങ്ങൾ തന്നെ അവരുടെ ഭരണമാറ്റത്തെക്കുറിച്ച് തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടാണ് ഇസ്രായേൽ സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പ്രസ്താവനകൾ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇസ്രായേൽ പരോക്ഷമായി സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നു എന്ന വ്യാഖ്യാനങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തുന്നതിലൂടെ തങ്ങളുടെ സുരക്ഷാ ആശങ്കകൾക്ക് ഒരു പരിഹാരം കാണാമെന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നുണ്ടാകാം. എന്നിരുന്നാലും ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു ബാഹ്യശക്തി നടത്തുന്ന ഇത്തരം ഇടപെടലുകൾ അന്താരാഷ്ട്ര നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ഇതിനിടെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്ക ഇടപെടണമോ എന്ന കാര്യത്തിൽ 2 ആഴ്ചക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്നാണ് വൈറ്റ് ഹൗസ് അറിയിച്ചിരിക്കുന്നതും. ഇത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. സൈനിക നടപടിക്ക് മുൻപ് നയതന്ത്ര ശ്രമങ്ങൾക്ക് മുൻഗണന നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അറിയിച്ചിരുന്നു. എന്നാൽ ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് ആവശ്യപ്പെട്ടത് സ്ഥിതിഗതികൾക്ക് പുതിയ മാനം നൽകിയിരുന്നു. യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാകുമെന്ന സൂചനയും ട്രംപ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വൈറ്റ് ഹൗസിന്റെ ഈ പുതിയ വിശദീകരണം വരുന്നതും. ഇത് അമേരിക്കയുടെ നിലപാടിൽ ഒരു തരം വൈരുദ്ധ്യം സൂചിപ്പിക്കുന്നുമുണ്ട്. ഒരു വശത്ത് നയതന്ത്രത്തിന് പ്രാധാന്യം നൽകുമ്പോൾ തന്നെ മറുവശത്ത് ശക്തമായ മുന്നറിയിപ്പുകൾ നൽകി ഇറാനെ സമ്മർദ്ദത്തിലാക്കാനും ട്രംപ് ശ്രമിക്കുന്നുണ്ട്. ട്രംപിന്റെ ഈ പ്രസ്താവനകൾ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താനുള്ള അമേരിക്കയുടെ തന്ത്രമായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് സംഘർഷം കൂടുതൽ വഷളാക്കുമോ എന്ന ആശങ്കയും നിലനിർത്തുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം വർഷങ്ങളായി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. 2018 ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയതും ഇറാനുമേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതും ഈ ബന്ധം കൂടുതൽ വഷളാക്കി മാറ്റി. ട്രംപ് ഭരണകൂടം പരമാവധി സമ്മർദ്ദം എന്ന നയം ഇറാനെതിരെ സ്വീകരിച്ചിരിക്കുന്നുണ്ട്. ഇറാനെതിരെ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കാനും പ്രാദേശിക സ്വാധീനം കുറയ്ക്കാനും നിർബന്ധിതരാകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത്. ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഇറാൻ വിഷയത്തിൽ പൊതുവായ ധാരണയുണ്ടെങ്കിലും സൈനിക ഇടപെടലുകളുടെ കാര്യത്തിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഇസ്രായേൽ നേരിട്ടുള്ള സൈനിക നടപടിക്ക് തയ്യാറാകുമ്പോൾ അമേരിക്ക കൂടുതൽ നയതന്ത്രപരമായ സമീപനങ്ങൾക്കും സാധ്യതയുള്ള സൈനിക നടപടികളെക്കുറിച്ച് സൂക്ഷ്മമായി വിലയിരുത്താനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും തങ്ങളുടെ പ്രധാന സഖ്യകക്ഷിയായ ഇസ്രായേലിന് നേരെ ഇറാനിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടായാൽ അമേരിക്ക ഇടപെടാനുള്ള സാധ്യത തള്ളിക്കളയാനുമാവില്ല. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സൈനിക സാന്നിധ്യവും താൽപര്യങ്ങളും ഒരു യുദ്ധത്തിലേക്ക് അവരെ വലിച്ചിഴക്കാൻ സാധ്യതയുണ്ട്. ഇറാന്റെ ആണവശേഷി സംബന്ധിച്ച ഇസ്രായേലിന്റെ ആശങ്കകൾ ന്യായമാണോ എന്നത് തർക്ക വിഷയം തന്നെയാണ്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും ആണവായുധം നിർമ്മിക്കാനുള്ള ശേഷി നേടുന്നതിൽ നിന്ന് അവരെ തടയാൻ ഇസ്രായേലും അമേരിക്കയും പ്രതിജ്ഞാബദ്ധരാണ്. നിലവിൽ ഇസ്രായേലിന് ആണവായുധങ്ങൾ ഉണ്ടെന്ന് പരക്കെ വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ അവർ അത് പരസ്യമായി സമ്മതിച്ചിട്ടില്ല. ഇസ്രായേലിന് ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഇറാന് പാടില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇത് അന്താരാഷ്ട്ര ആണവ നിർവ്യാപന കരാറുകളുടെയും ഇരട്ടത്താപ്പിന്റെയും പ്രശ്നമാണ്. ഈ വിഷയത്തിൽ റഷ്യയുടെയും ചൈനയുടെയും നിലപാടുകളും നിർണായകമാകും. ഇരു രാജ്യങ്ങളും ഇറാനെ പിന്തുണയ്ക്കുന്നവരാണ്. ഇറാനുമേലുള്ള ഏതൊരു സൈനിക നടപടിയെയും അവർ എതിർക്കാൻ സാധ്യതയുണ്ട്. ഇറാനുമേൽ സൈനിക നടപടി സ്വീകരിച്ചാൽ റഷ്യയും ചൈനയും ഇറാനൊപ്പം നിലയുറപ്പിക്കാൻ സാധ്യതയും കാണുന്നു. ഇതൊരു പ്രാദേശിക സംഘർഷം ഒരു ആഗോള ശക്തി പോരാട്ടമായി മാറാനും ഇടയാക്കും.
പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ വഷളാകുന്നത് ആഗോളതലത്തിൽ പ്രത്യാഘാതങ്ങളും സൃഷ്ടിച്ചേക്കാം. എണ്ണവില കുത്തനെ വർദ്ധിക്കാനും പ്രാദേശിക സംഘർഷങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാനും ഭീകരവാദ പ്രവർത്തനങ്ങൾ വർദ്ധിക്കാനും ഇതിടയാക്കും. അഭയാർത്ഥി പ്രവാഹം പോലുള്ള മാനുഷിക പ്രതിസന്ധികളും ഇത് സൃഷ്ടിക്കും. ഗൾഫ് രാജ്യങ്ങളായ സൗദി അറേബ്യ, UAE എന്നിവയും ഇറാനെ ഒരു ഭീഷണിയായി തന്നെയാണ് കാണുന്നത്. എന്നാൽ ഒരു തുറന്ന യുദ്ധം ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കും സുരക്ഷയ്ക്കും ഭീഷണിയായതിനാൽ അവർ പരസ്യമായി ഇടപെടാൻ പോലും മടിച്ചേക്കാം. എന്നിരുന്നാലും ഇസ്രായേലിനും അമേരിക്കയ്ക്കും പിന്നിൽ അവർ പരോക്ഷമായി പിന്തുണ നൽകാൻ സാധ്യതയുണ്ട്. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ അമേരിക്ക എടുക്കുന്ന തീരുമാനം ഈ സംഘർഷത്തിന്റെ ഗതി തന്നെ നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കും. നയതന്ത്രം വിജയിച്ച് സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്തുമോ അതോ സൈനിക നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ലോകം ആകാംക്ഷയോടെ ഈ നീക്കങ്ങളെ ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ. ഇസ്രായേലിന്റെ ഉറച്ച നിലപാടും അമേരിക്കയുടെ മാറി മറിയുന്ന നയതന്ത്രങ്ങളും പശ്ചിമേഷ്യയെ ഒരു പുതിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്ക ശക്തമാണിപ്പോൾ. ഒരു യുദ്ധം ആർക്കും ഗുണം ചെയ്യുന്നില്ല എന്നും നയതന്ത്ര ചർച്ചകളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണെന്നും അന്താരാഷ്ട്ര സമൂഹം തിരിച്ചറിയുന്നുണ്ടെങ്കിലും താൽപര്യ സംഘടനകൾ അതൊരു തടസ്സമായി നിലനിൽക്കുന്നുമുണ്ട്. ഈ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാ രാജ്യങ്ങളുടെയും സഹകരണം അനിവാര്യമാണ്.